നട്ടുച്ച നേരത്താണ് ഞങ്ങൾ ഈ വീടിന് മുന്നിലെത്തിയത്. എന്നാലും ചെറിയ ഭയപ്പാടുകൂടി അവർ തിരിഞ്ഞു നോക്കി. കാരണം ഞങ്ങളെ സ്വീകരിക്കാനെത്തിയത് ഒരു ഹൊറർ സിനിമയിൽ കാണുന്ന പോലെയുള്ള ഒരു പടുവൃത്തനായിരുന്നു. അദ്ദേഹമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പരിചിതമായിരിക്കും. ഈ വീട് പല ഹൊറർ മലയാള ഫിലിമുകളുടെയും ലൊക്കേഷനായിരുന്നു. ഇന്ദ്രപ്രസ്ഥം പോലുള്ള സിനിമകൾ. ഇത് ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിലാണെങ്കിലും ഇത് പണ്ട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് അവരുടെ വേനൽക്കാല നിയമസഭയായിരുന്നു. ഇപ്പോൾ ഇതാകെ ഇടിഞ്ഞു പൊളിയാറായിരിക്കുന്നു. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. പുറത്ത് ചൂട് കൂടുന്തോറും അകത്ത് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇത് പണിതിരിക്കുന്നത് ഇടുക്കി ഡാം പണിതിരിക്കുന്ന പോലെയുള്ള സുർക്കി മിശ്രിതം കൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. ആ വൃദ്ധൻ ഞങ്ങളെ വീടിൻ്റെ മുക്കിലും മൂലയും ഒക്കെ കൊണ്ട് കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലുള്ള ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ മനധൈര്യവും എന്നെ വളരെയധികം അതിശയിപ്പിച്ചു. അദ്ദേഹത്തിന് കൂട്ടായി ഇവിടെ 4 പേരുണ്ട്. 2 പട്ടികളും 2 കോഴികളും. അതും ഞങ്ങളെ കൊണ്ട് കാണിച്ചു. അകത്തളങ്ങളൊക്കെ ആകെ കാട് പിടിച്ചു കിടക്കുന്നു. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുറി. അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ഞാൻ കണ്ണാടി കൂടി നോക്കിയപ്പോൾ TV പ്രവർത്തിക്കുന്നുണ്ട്. ഈ അമ്മച്ചിക്കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചാൽ, കുട്ടിക്കാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും അമ്മച്ചിക്കൊട്ടാരം പറഞ്ഞു തരും. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് വിജനമാണ്. കാടിനുള്ളിലൂടെ പോകുന്നൊരു പ്രതീതി. യാത്ര അത്ര സുഖകരമല്ല. പക്ഷേ അവിടെ എത്തിച്ചെന്നാൽ നമ്മൾ അതിശയിപ്പിക്കും. ഈ കാടിനുള്ളിൽ ഈ വൃദ്ധൻ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുവെന്ന്. എന്നെ സംബന്ധിച്ച് ഒരു രാത്രി ഇവിടെ താമസിക്കാൻ ഞാൻ വളരെയധികം ഭയപ്പെടും. കാരണം ഏകാന്തമായ വിജനമായ ഒരു ഹൊറർ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു വീട്. ഇതിന് അമ്മച്ചിക്കൊട്ടാരം എന്ന് പേര് വരാൻ കാരണം പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പത്നിമാരെ വിളിച്ചിരുന്ന അമ്മച്ചിമാരെന്നാണ്. അവർ താമസിച്ചിരുന്ന വസതികളൊക്കെ ആയതുകൊണ്ട് ഇതിന് അമ്മച്ചിക്കൊട്ടാരം എന്ന പേര് വന്നു. ഇതൊരു സ്വകാര്യ വ്യക്തി നല്ല രീതിയിൽ സംരക്ഷിച്ച് പോവുകയാണെങ്കിൽ ഈ 225 വർഷം പഴക്കമുള്ള ഈ വീട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടെ ആളുകൾ വരുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല. ആ വൃദ്ധൻ ആവുന്നതുപോലെ ഇത് സംരക്ഷിച്ച് പോകുന്നുണ്ട്. പക്ഷേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഇത് ഇനി എത്ര കാലം ഉണ്ടാവുമെന്നറിയില്ല. കാരണം മേൽക്കൂരകളൊക്കെ ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ മഴക്കാലത്ത് വെള്ളം കുത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിമുട്ടിയാണെങ്കിലും ആ വൃദ്ധൻ വടിയൂന്നി ഞങ്ങളെ ഓരോ മുക്കിലും മൂലയും കൊണ്ട് കാണിച്ചു. അതാ ഒരു ശവപ്പെട്ടിയിരിക്കുന്നു. കണ്ടപ്പോൾ ഞാൻ ചെറുതായി ഞെട്ടി. പക്ഷേ ഇതേതോ സിനിമയുടെ ബാക്കി പത്രമായി അവർ വെച്ചിട്ട് പോയതാണ്. ആ വാതിലുകൾ തുറക്കുന്നതും കാത്ത് ഞങ്ങൾ ഇരുന്നു. ആ വൃദ്ധൻ ആ വാതിലുകൾ തുറന്ന് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ഇതാണത്രേ ആ കാലത്ത് സ്റ്റോർ റൂമായി ഉപയോഗിച്ചിരുന്ന ഭാഗം. എല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ ഊണുമുറി. പഴയ വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. വാഗമൺ പോകുന്ന വഴിയുള്ള ഈ കുട്ടിക്കാന യാത്രയിൽ ഈ അമ്മച്ചി കൊട്ടാരം നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് വേറൊരു അനുഭൂതി നൽകും. അത് തീർച്ചയാണ്. ഇനിയും എത്രയോ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്യാനിരിക്കുന്നു. അതിനു മുൻപേ ഈ വീട് ചോർന്നൊലിച്ച് പൊട്ടിപ്പൊളിഞ്ഞുമോ എന്നുള്ളൊരാശങ്ക മാത്രം. അധിക നേരം ഞങ്ങളവിടെ നിന്നില്ല. കാരണം എന്തോ ഒരു ചെറിയ ഭയം ഉള്ളിൽ തട്ടുന്നത് പോലെ. ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ട് കാണിച്ച ആ വൃദ്ധനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി.